നമസ്കാരം. തിരുവനന്തപുരം നഗരസഭയുടെ വികസന കുതിപ്പിന് പുത്തൻ വേഗത നൽകിക്കൊണ്ട് മേയർ വി രാജേഷിന്റെ നേതൃത്വത്തിലുള്ള ഇടപെടലുകൾ ശ്രദ്ധേയമാകുന്നു. വിവാദങ്ങൾക്കും വിമർശനങ്ങൾക്കും കൃത്യമായ മറുപടി നൽകിക്കൊണ്ട് തലസ്ഥാന നഗരയുടെ വികസനത്തിനായി ഡൽഹി യാത്രയെ എങ്ങനെയെല്ലാം പ്രയോജനപ്പെടുത്തി എന്നതാണ് ചർച്ചയാകുന്നത്. ഡൽഹിയിൽ പോയിട്ട് എന്ത് കിട്ടി എന്ന് ചോദിച്ചവർക്ക് പ്രവർത്തനങ്ങൾ കൊണ്ട് മറുപടി നൽകുകയാണ് തിരുവനന്തപുരം മേയർ വി രാജേഷ്. വെറും സന്ദർശനമായിരുന്നില്ല, മറിച്ച് തലസ്ഥാനം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളികളിലൊന്നായ തെരുവുനായ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണാനുള്ള വലിയ പദ്ധതികളുമായാണ് നഗരസഭാ സംഘം തിരിച്ചെത്തിയത്. ഡൽഹി യാത്രക്കിടെ പാർലമെന്റ് മന്ദിരത്തിൽ വെച്ച് കേന്ദ്രമന്ത്രി ജോർജ് കുര്യന്റെ നേതൃത്വത്തിൽ നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡ് ഉദ്യോഗസ്ഥരുമായി നടത്തിയ ചർച്ചകൾ ഫലം കണ്ടു തുടങ്ങിയിരിക്കുകയാണ്. ഇതിന്റെ ഭാഗമായി NDDB എക്സിക്യൂട്ടീവ് ഡയറക്ടർ എസ് രാജീവ്, റീജിയണൽ ഹെഡ് റോമി ജേക്കബ് എന്നിവർ ഇന്നലെ തന്നെ തിരുവനന്തപുരത്തെത്തി. തിരുവനന്തപുരം നഗരസഭയുടെ തെരുവുനായ നിയന്ത്രണ പദ്ധതികളിൽ നിർണായകമായ 3 ഘട്ടങ്ങളാണ് ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. തെരുവുനായ്ക്കളുടെ വന്ധീകരണത്തിനായി നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡിന്റെ ആധുനികമായ പോർട്ടബിൾ ABC സെന്റർ തിരുവനന്തപുരത്ത് സജ്ജമാകുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനം. സ്ഥിരമായ കെട്ടിടങ്ങൾക്കും സൗകര്യങ്ങൾക്കുമായി കാത്തു നിൽക്കാതെ ആവശ്യാനുസരണം മാറ്റാൻ കഴിയുന്ന ഈ മൊബൈൽ യൂണിറ്റുകൾ മാർച്ച് ആദ്യവാരത്തോടെ നഗരസഭയിൽ പ്രവർത്തനം ആരംഭിക്കും. കുറഞ്ഞ സമയത്തിനുള്ളിൽ കൂടുതൽ നായകളെ ശാസ്ത്രീയമായി വന്ധീകരിക്കാൻ ഈ സംവിധാനം സഹായിക്കും. പദ്ധതിയുടെ വേഗത ഉറപ്പുവരുത്തുന്നതിനായി കൃത്യമായ ഒരു സമയപരിധിയും ലക്ഷ്യവുമാണ് മേയർ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ആദ്യഘട്ടം എന്ന നിലയിൽ 45 ദിവസത്തിനുള്ളിൽ 450 നായകളെ വന്ധീകരണം നടത്താനാണ് നഗരസഭ ലക്ഷ്യമിടുന്നത്. അതായത് പ്രതിദിനം ശരാശരി 10 നായകൾക്ക് വന്ധീകരണം ഉറപ്പാക്കും. ഈ ദ്രുതഗതിയിലുള്ള നീക്കം നഗരത്തിലെ തെരുവുനായ്ക്കളുടെ പെരുപ്പം തടയുന്നതിൽ വലിയ മാറ്റമുണ്ടാക്കുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നുണ്ട്. ഡൽഹിയിലെ ചർച്ചകളുടെ തുടർച്ചയായി NDDB ഉദ്യോഗസ്ഥരായ എസ് രാജീവ്, റോമി ജേക്കബ് എന്നിവർ തിരുവനന്തപുരത്ത് എത്തുകയും വിഴിഞ്ഞത്തെ നായ ഷെൽട്ടറിൽ നേരിട്ട് സന്ദർശനം നടത്തുകയും ചെയ്തു. നിലവിലെ സൗകര്യങ്ങളിൽ സംതൃപ്തി രേഖപ്പെടുത്തിയ ഉദ്യോഗസ്ഥർ വെറ്റിനറി ഡോക്ടർമാരുമായും ഷെൽട്ടർ അധികൃതരുമായും അടുത്ത ഘട്ടത്തിലുള്ള പരിപാലന രീതികളെക്കുറിച്ചും ചർച്ചകൾ നടത്തി. ഇതോടെ കേന്ദ്ര ഏജൻസികളുടെ സാങ്കേതിക സഹായത്തോടെ കൂടുതൽ മികച്ച രീതിയിൽ ഷെൽട്ടർ സംവിധാനങ്ങൾ വിപുലീകരിക്കാൻ നഗരസഭയ്ക്ക് സാധിക്കും. അതിനൊപ്പം നഗരസഭയുടെ മറ്റൊരു വലിയ വെല്ലുവിളിയായ ആറ്റുകാൽ പൊങ്കാലയ്ക്കുള്ള ഒരുക്കങ്ങളും മേയറുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ പുരോഗമിക്കുകയാണ്. ഉത്സവത്തിന് മുൻപായി നഗരത്തിലെ റോഡ് പണികൾ പൂർത്തിയാക്കാനുള്ള നടപടികൾ സജീവമാണ്. പണികളുടെ പുരോഗതി അദ്ദേഹം നേരിട്ട് വിലയിരുത്തുന്നുണ്ട്. ഡൽഹിയിൽ പോയതിന് എന്ത് ഗുണമുണ്ടായി എന്ന് ചോദിക്കുന്നവരോട് ഇത്തരത്തിലുള്ള ഓരോ പ്രവർത്തനങ്ങളാണ് അദ്ദേഹം മറുപടിയായി നൽകുന്നത്. ഇന്നലെ ഞങ്ങളെത്തി, ഒപ്പം ഡൽഹിയിൽ സംസാരിച്ച ഉദ്യോഗസ്ഥരും എത്തി എന്ന മേയർ വി രാജേഷിന്റെ സോഷ്യൽ മീഡിയയിലെ പോസ്റ്റ് അദ്ദേഹത്തോടുള്ള പരിഹാസങ്ങൾക്ക് ഉള്ള മറുപടി എന്ന രീതിയിൽ അദ്ദേഹം പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഏതായാലും ക്രിയാത്മകമായ പദ്ധതികൾ കൊണ്ടുവന്ന് തന്റെ വിമർശകരുടെ വായടപ്പിക്കുന്ന രീതിയാണ് മേയർ പിന്തുടരുന്നത്. ഡൽഹിയിൽ പോയി വന്നതിന്റെ തൊട്ടു പിന്നാലെ തന്നെ കേന്ദ്ര ഉദ്യോഗസ്ഥരെ നഗരത്തിലെത്തിക്കാൻ കഴിഞ്ഞത് മേയറുടെ ഭരണ മികവായും വിലയിരുത്തപ്പെടുന്നുണ്ട്. വെറും ബ്രോവിളിയിലല്ല, മറിച്ച് കാര്യങ്ങൾ നടപ്പിലാക്കുന്ന മാൻ ഓഫ് ആക്ഷൻ ആണെന്ന് തെളിയിക്കുകയാണ് വി രാജേഷ്.